ഹൈ കൂട്ടുകാരെ, എല്ലാവർക്കും ലച്ചുട്ടി ഫാമിലി എന്ന ഈ ഒരു കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ലച്ചുട്ടി ഫാമിലി എന്ന ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസും കാണുക, ഹൈപ്പ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് മറ്റൊരു വിഷയമായിട്ട്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായിട്ട് ഭയങ്കര വൈറലായിട്ട് കൊണ്ട് നടക്കുന്നൊരു സംഭവമാണ് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളൊരു വാക്ക്. അഖിൽ മാരാർ പറഞ്ഞത് എന്താ, പ്രസവിച്ചപ്പോൾ തന്നെ അവർ നെല്ല് കുത്തുകയും മരിയിടിക്കുകയും അങ്ങനെ ഭാരമുള്ള ജോലികളെല്ലാം ചെയ്യും എന്നാണ്. അതേക്കുറിച്ച് ട്രോളുകൾ കണ്ടമാനം ഇറങ്ങിയിട്ടുണ്ട്. മീഡിയ തുറക്കാൻ പറ്റാത്ത രീതിക്കുള്ള ട്രോളുകളാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അഖിൽ മാരാർ ഉദ്ദേശിച്ചത് എന്തായിരിക്കുമെന്നല്ലേ, മൂപ്പർ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതായത് അന്നത്തെ സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി നെല്ല് കുത്തും എന്നല്ല, കുറച്ച് കഴിഞ്ഞാലും അവർ നെല്ല് കുത്തും, അരിയിടിക്കും, അതുപോലെ തന്നെ മറ്റുള്ള വലിയ ഭാരമുള്ള ജോലികളെല്ലാം ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ട്രോളിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു, ഒരുപാട് ട്രോളുകൾ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രസവിച്ചു അപ്പം തന്നെ പോയിട്ട് അരിയിടിക്കുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത്. ഞാനും കുറേ ചിരിച്ചു. പക്ഷെ അഖിൽ മാരാർ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരിക്കും. എന്നുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്തത് ശരിയാണ്. അത് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പേരിൽ എല്ലാവരും കൂടി എന്നെ ട്രോളാൻ വരില്ല കേട്ടോ. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പ്രസവിച്ച് കഴിഞ്ഞ് അവർക്ക് അന്നുള്ള ദാരിദ്ര്യമാണ് അവരുടെ മെയിൻ പ്രശ്നം. അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ അന്നന്ന് കിട്ടുന്ന കൂലിപ്പണിക്ക് പോയാൽ മാത്രമേ അന്നുള്ളവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്താക്കും, അവരുടെ ശരീരം നോക്കാതെ അവർ ജോലിക്ക് പോകും. വലിയ വലിയ വീടുകളിലൊക്കെ ഉള്ളവർക്ക് അവിടെ സൂചിച്ചിരിക്കാം. പക്ഷേ സാധാരണക്കാരായ ആളുകൾ ജോലി സ്ഥലത്ത് നിന്ന്, അതായത് ഈ തൂമ്പാപ്പണിയൊക്കെ എടുത്തോണ്ട് നിൽക്കുന്ന ജോലി സ്ഥലത്ത് നിന്ന് അവർ കയറിപ്പോയി പ്രസവിച്ച ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് കൂടുതൽ റെസ്റ്റ് എടുക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല. ഏറി വന്നാൽ അവരൊരു 10-28 ദിവസമൊക്കെ വീട്ടിലിരുന്നിട്ടുണ്ടാവും. അതിനുശേഷം അവർ ജോലിക്ക് പോയി. പക്ഷേ അന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്ന കൂടുതൽ. കാരണം അന്ന് വീട്ടിലാണ് പ്രസവം എടുക്കാനായിട്ട് ആളുകൾ വേറെയുണ്ട്. പക്ഷേ ഇന്ന് അതാണ്. ഇന്ന് ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്താണ് കുട്ടിയുടെ അവസ്ഥ എന്നുപോലെ. അന്ന് ഗർഭിണിയാവുമ്പോൾ ഡോക്ടറെ കാണിക്കുക പോലും ചെയ്യാത്ത അമ്മമാരുണ്ട്. പ്രസവം വരെ ഡോക്ടറെ കാണിക്കാത്ത ആളുകളുണ്ട്. അന്ന് അവർ മര്യാദയ്ക്ക് ഒരു അയൺ ഗുളികയോ ഒന്നും അവർ കഴിക്കാറില്ല. ഇന്ന് എല്ലാ വിധത്തിലുള്ള ടാബ്ലറ്റും കിട്ടുന്നുണ്ട്. നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നു, സ്കാനിങ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നുള്ള കുട്ടികൾക്ക് നല്ല ആരോഗ്യമുണ്ട്. അതൊരു മെയിൻ പോയിൻ്റാണ്. ഇന്നുള്ള കുട്ടികൾക്ക് ആരോഗ്യക്കുറവാണ്. അത് ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ സ്കാനിങ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഇലക്ട്രിക് സാധനങ്ങളില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ കീഴ് അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ വരും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഫുഡാണ്. അന്ന് കെമിക്കൽസ് കുറവാണ്. കെമിക്കൽസ് അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. പച്ചക്കറികളൊക്കെ അധികവും അവർ ചക്ക, മാങ്ങ, അങ്ങനെ കാന്താരി മുളക്, അതൊക്കെയാണ് അന്നത്തെ ഭക്ഷണം. ഇന്ന് അതാണോ? അത് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്ന് നമ്മൾ എവിടേക്ക് നമുക്ക് കെമിക്കലായിട്ടുള്ള എന്തൊക്കെ ഫുഡുകളുണ്ട് അതൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കാം. അതെല്ലാം നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ പ്രസവം ഇന്നത്തെ പ്രസവം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു ട്രോള് കണ്ടപ്പോൾ എനിക്കിത് പറയണം തോന്നി. കാരണം എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഇന്നുള്ളവർക്ക് 3 മാസം 6 മാസം 1 വർഷമൊക്കെ റെസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ട്. അന്നത്തെ കാലത്തും ആരോഗ്യ പ്രശ്നമുണ്ട്. അന്നുള്ളവർക്ക് നന്നായി നടുവേദന ഉണ്ടാവും. കാരണം വെച്ചാൽ അതാണ് അവരുടെ അവസ്ഥ. കാരണം ഒരു മരുന്നോ ഭക്ഷണമോ ഒന്നുമില്ലാതെയാണ് അവർ ചെയ്തിരുന്നത്. അവരിപ്പോൾ പറയുന്നത് തന്നെയാണ്, പ്രസവിച്ച് കഴിഞ്ഞ് 2ൻ്റെ അന്ന് 3ൻ്റെ അന്നൊക്കെ അന്നൊക്കെ പറഞ്ഞാൽ സിസേറിയൻ കുറവാണ്. അന്ന് അധികം പ്രസവം മാത്രമാണ്. അത് സത്യമാണ് മൂപ്പര് പറഞ്ഞത്. കാരണം പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ അമ്മമ്മ മുത്തിയമ്മൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൊരു ചരിത്രമാണ് ഞാനും പറയുന്നത്. പക്ഷേ ഇന്നുള്ളവർക്ക് എന്തോരം സുഖമാണ്. നമ്മൾ തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ട്. അന്ന് ഗർഭിണിയാണ് അറിഞ്ഞ അന്ന് മുതൽ പ്രസവിക്കുന്നവരെ ഡോക്ടറെ കാണിക്കാത്ത സ്ത്രീകളുണ്ടെന്ന് അറിയോ? അപ്പോൾ നമ്മൾ ട്രോളുകൾ കണ്ടപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ആരും എന്നെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരാൻ നിൽക്കണം. ടാറ്റാ, ബൈ.